പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ ഇന്ന് വന്നേക്കും തന്നെ. ആമീൻ. കന്യാസുതൻ വന്ധ്യാസുതനെ സന്ദർശിക്കുന്നു. ഗബ്രിയേൽ മാലാഖ മുഖാന്തരം വചനിപ്പ് ലഭിച്ച പരിശുദ്ധ കന്യകമറിയാം മാലാഖയെ അറിയിച്ചതനുസരിച്ച് തൻ്റെ ചാർച്ചക്കാരിയായ ഏലിശുബ, സക്കറിയ പുരോഹിതൻ്റെ ഭാര്യ, 6 മാസം ഗർഭിണിയായിരിക്കുന്നു എന്ന നല്ല വാർത്ത ശ്രവിക്കുന്നു. അതനുസരിച്ച് പെട്ടെന്ന് തന്നെ പരിശുദ്ധ കന്യകമറിയാം തൻ്റെ ചാർച്ചക്കാരിയായ ഏലിശുബയെ സന്ദർശിക്കുവാനും ശുശ്രൂഷിക്കുവാനുമായി യാത്രയാകുന്നു. ഏലിശുബയും പരിശുദ്ധ കന്യകമറിയാമും തമ്മിലുള്ള കണ്ടുമുട്ടലാണല്ലോ ഈ ഞായറാഴ്ചത്തെ പ്രധാന ചിന്താവിഷയം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വേദഭാഗങ്ങളാണ് വായനയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഏലിശുബ സന്തോഷപൂർവ്വം പരിശുദ്ധ ദൈവമാതാവിനെ സ്വീകരിക്കുകയാണ്. എൻ്റെ കർത്താവും മാതാവും ഒരുമിച്ച് എൻ്റെ അടുക്കൽ വരുവാനും ധനവാന്റെ പുത്രൻ ദരിദ്രപുത്രൻ്റെ ഭവനം സന്ദർശിപ്പാനും ഭാഗ്യം എനിക്കെങ്ങനെ സിദ്ധിച്ചു എന്നാണ് ഈ ഞായറാഴ്ചത്തെ പ്രമേയോൻ സദറായിലെ മനോഹര വിശദീകരണം ഏലിശുബയുടെ പ്രതിപാദനമായി. മഹാപുരോഹിതനായ അഹറോന്റെ പുത്രിമാരുടെ അഭിമാനവും അലങ്കാരവുമാണ് ഏലിശുബ. തിരുഹിതപ്രകാരം കർത്താവ് അതിൽ വസിച്ച അലങ്കൃത കൊട്ടാരമാണ് പരിശുദ്ധ കന്യകമറിയാം. യഹൂദ ചരിത്രത്തിലെ 2 സ്ത്രീരത്നങ്ങൾ. അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫലവും ശ്രേഷ്ഠമായ അനുഭവമാണ് ഈ ഞായറാഴ്ച യഥാർത്ഥത്തിൽ വിശദീകരിക്കപ്പെടുന്നത്. 48-ാം സങ്കീർത്തനം 11-ാം വാക്യം ഈ ഞായറാഴ്ചത്തെ പ്രധാന ചിന്തയായി പിതാക്കന്മാർ കരുതുന്നതായി തോന്നുന്നു. 48-ാം സങ്കീർത്തനം 11-ാം വാക്യം ഇപ്രകാരമാണ്: സിയോൻ പർവ്വതം സന്തോഷിക്കും, യൂദപുത്രിമാർ ഉല്ലസിക്കും. തെശ്മ തെഹദേ സെഹിയോൻ, ലെറ്റ് സിയോൻ ലിസൺ ആൻഡ് റിജോയ്സ് ആൻഡ് ലെറ്റ് ദ ചിൽഡ്രൻ ഓഫ് ജൂദ എക്സൾട്ട്. സിയോൻ ഗിരി സന്തോഷിക്കും, യൂദ തനയകൾ ആനന്ദിക്കും. അതാണ് സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും ഏവൻഗേലിയോൻ്റെ പെദ്ഗോമയിൽ പിതാക്കന്മാർ ചേർത്തിരിക്കുന്ന സങ്കീർത്തന ഭാഗം. യഥാർത്ഥത്തിൽ ദാവീദിൻ്റെ പ്രവചനം യൂദാപുത്രിമാർ സന്തോഷിക്കും, സിയോൻ പർവ്വതം ഉല്ലസിക്കുമെന്ന ദാവീദിൻ്റെ പ്രവചനം നിവൃത്തിയായ മഹനീയ സന്ദർഭമാണ് പരിശുദ്ധ കന്യകമറിയാം ഏലിശുബയെ സന്ദർശിക്കുന്നത്. സങ്കീർത്തനം 48-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നത്: നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകമറിയാമും ഏലിശുബയും തമ്മിലുള്ള കണ്ടുമുട്ടലിൻ്റെ, മറിയാം ഏലിശുബയെ സന്ദർശിക്കുന്ന ഈ സന്ദർഭം ആരാധനയിൽ ക്രമീകരിച്ചിരിക്കുന്നതും ഈ സന്ദർശനത്തിൻ്റെ വിവിധങ്ങളായ ഉദ്ദേശങ്ങളും ഈ 2 സ്ത്രീരത്നങ്ങൾ കണ്ടുമുട്ടുന്നതിലൂടെ സഭയ്ക്ക് ലഭിക്കുന്ന മനോഹര സന്ദേശവും എന്താണ്? വളരെ വ്യക്തമാണ്. ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം ശുശ്രൂഷയാണ്. പരിശുദ്ധ കന്യകമറിയാമിൻ്റെ സ്വഭാവം പിതാക്കന്മാർ വിലയിരുത്തുമ്പോൾ പരിശുദ്ധ കന്യകമറിയാം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയുടെ മഹനീയ മാഹാത്മ്യം അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. കാനാവിലെ കല്യാണത്തിന് വെള്ളം തീർന്നു പോകുമ്പോഴും അതുപോലെ തന്നെ ശിഷ്യസമൂഹം അനുഭവിക്കുന്ന പല പ്രതിസന്ധികളുടെ നടുവിലും അമ്മയുടെ സ്നേഹവും അമ്മയുടെ കരുതലും, അമ്മ യഥാർത്ഥത്തിൽ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിർവഹിക്കുന്ന മധ്യസ്ഥതയുമൊക്കെ അമ്മയുടെ സ്വഭാവത്തിൻ്റെ പ്രകൃതത്തിൻ്റെ ശ്രേഷ്ഠഭാവമാണ്. നന്നേ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് യെരൂശലേം ദേവാലയത്തിൽ വളർത്തപ്പെട്ട പരിശുദ്ധ കന്യകമറിയാം
നന്നേ ചെറുപ്പത്തിൽ 14-15 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവം തെരഞ്ഞെടുത്ത കൊട്ടാരമായി രണ്ടാമത്തെ സീനായ് മലയായി പരിണമിച്ചു. സർവശക്തൻ മറിയാമിൻ്റെ ഉദരത്തിൽ ഇറങ്ങി വസിക്കുന്നു. അമ്മയ്ക്ക് ലഭിക്കുന്ന വചനിപ്പിനോടുകൂടി ലഭിക്കുന്ന മറ്റൊരു സദ്വാർത്തയാണ് നിന്റെ ചാർച്ചക്കാരി വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്നു, ഇത് 6-ാം മാസം. ഉടൻ തന്നെ പരിശുദ്ധ കന്യക മറിയാം, നമ്മുടെ പഴയ ഏവൻഗേലിയോൻ വിവർത്തനത്തിൽ പറയുന്നത് ചടതിയിൽ വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അവൾ ഓടിച്ചെന്നു എന്നാണ് പറയുന്നത്. കാരണം 2 പ്രധാന ചിന്തകൾ പരിശുദ്ധ കന്യക മറിയാമിൻ്റെ മനസ്സിലുണ്ട്. വാർദ്ധക്യത്തിൽ ഗർഭിണിയായ ഏലിശുബായെ ശുശ്രൂഷിക്കണം. ആ ശുശ്രൂഷയും കരുതലുമാണ് ഈ സന്ദർശനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അതുകൊണ്ടാണ് ഈ ഏവൻഗേലിയോൻ ഭാഗം അവസാനിക്കുന്ന 56-ാമത്തെ വാക്യത്തിൽ അനന്തരം മറിയാം 3 മാസത്തോളം ഏലിശുബായുടെ അടുക്കൽ താമസിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ കേവലം ഒരു പെട്ടെന്നുള്ള സന്ദർശനമോ പെട്ടെന്ന് മടങ്ങിപ്പോരുന്ന കാഴ്ചപ്പാടോ അല്ല. കണക്കുകൂട്ടി ഏലിശുബായെ ശുശ്രൂഷിക്കണം. ഏലിശുബായുടെ ഈ ഒരു സന്ദർഭത്തിൽ തൻ്റെ ശുശ്രൂഷ അനിവാര്യമാണ്. ഇത് മനസ്സിലാക്കി അമ്മ 3 മാസം എന്ന് വെച്ചാൽ യോഹന്നാൻ്റെ ജനനത്തോളം തന്നെ അമ്മ ഏലിശുബായോടുകൂടെ താമസിച്ച് അമ്മ ഏലിശുബായെ ശുശ്രൂഷിക്കുന്നു, കരുതുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അമ്മ നൽകുന്ന മാതൃത്വത്തിൻ്റെ മഹനീയ ഭാവം ഇന്നും വിശ്വാസ സമൂഹം അനുഭവിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശ്രേഷ്ഠമായ സ്വഭാവം അത് ഈ സന്ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്, ഈ സന്ദർശനത്തിൻ്റെ മനോഹര തലമാണ് ഞാൻ ഉദ്ധരിച്ച 48-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. സിയോൻ ഉല്ലസിക്കുന്നു, യൂദ തനയമാർ സന്തോഷിക്കുന്നു. ഈ ഞായറാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രീകൃതമായ ആശയം ഹാദൂസോ എന്ന വാക്കാണ്, പരമാനന്ദം. യഥാർത്ഥത്തിൽ സക്കറിയ പുരോഹിതൻ്റെ ഭവനത്തിൽ അമ്മയുടെ സന്ദർശനത്താൽ ആഹ്ലാദം നിറയുകയാണ്. ദൈവീകമായ പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് ആ ഭവനം മാറ്റപ്പെടുകയാണ്. അവിടെയാണ് ഈ ദൈവീക ദർശനത്തിൻ്റെ, ഇവർ തമ്മിലുള്ള കണ്ടുമുട്ടലിൻ്റെ 2ാമത്തെ അർത്ഥതലം. അവർക്ക് ലഭിച്ച ദൈവീക ദർശനത്തിൻ്റെ സന്തോഷം 2 സ്ത്രീകളും പങ്കുവയ്ക്കുകയാണ്. കന്യാസുതനും വന്ധ്യാസുതനും കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടലിൻ്റെ ഫലം അത് വർണ്ണിക്കാവുന്നതിലപ്പുറമാണ്. ഏലിശുബ മഹത്തരമായ വിശ്വാസ പ്രഘോഷണം നടത്തുകയാണ്. അതുപോലെ തന്നെ ഈ വേദഭാഗം, പ്രത്യേകിച്ച് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ 4 വാക്യങ്ങൾ ഏലിശുബായും കന്യക മറിയാമും തമ്മിലുള്ള കണ്ടുമുട്ടലാണ് വിവരിക്കുന്നതെങ്കിൽ 2-ാം ഭാഗമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഏലിശുബ നടത്തുന്ന വിശ്വാസ പ്രഘോഷണവും ദൈവസന്നിധിയിൽ പരിശുദ്ധ കന്യക മറിയാം നടത്തുന്ന സ്തുതിപ്പുമാണ്. മറിയാമിൻ്റെ പാട്ട് എന്ന വിഖ്യാത തലക്കെട്ടിൽ ഉൾക്കൊള്ളുന്ന മറിയാമിൻ്റെ പാട്ട് ഈ വേദഭാഗമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ സന്ദർശനം നൽകിയ വലിയൊരു ഔട്ട്കം, അത് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠ ഫലമാണ് വിശ്വാസ പ്രഘോഷണവും ദൈവസന്നിധിയിൽ നിർവഹിക്കുന്ന സ്തുതിപ്പും. ഏലിശുബ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ആ മഹാസന്തോഷത്തിൻ്റെ പ്രതിഫലനം ഏലിശുബ തൻ്റെ വാക്കുകളിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അമ്മയെ, പരിശുദ്ധ കന്യക മറിയാമിനെ ഏലിശുബ നൽകുന്ന വിശേഷണങ്ങളാണ് കന്യക മറിയാമിനെക്കുറിച്ചുള്ള പരിശുദ്ധ സഭയുടെ അടിസ്ഥാന പഠിപ്പിക്കലുകൾ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്നത് ദൂതൻ്റെ വാക്കാണെങ്കിൽ, കൃപ നിറഞ്ഞ മറിയാമേ എന്നുള്ള പ്രാർത്ഥനയുടെ പിന്നിലൂടുള്ള ഭാഗങ്ങൾ മുഴുവൻ ഏലിശുബ ഉപയോഗിക്കുന്ന മനോഹര വിശേഷണങ്ങളാണ്. കൃപ നിറഞ്ഞവൾ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, അതുപോലെ നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടതാണെന്നുള്ള പ്രഘോഷണം, എല്ലാറ്റിലും ഉപരി എൻ്റെ ദൈവത്തിൻ്റെ അമ്മ പരിശുദ്ധ കന്യക മറിയാമിനെ ദൈവമാതാവെന്ന് ആദ്യം സംബോധന ചെയ്തതും ഏലിശുബയാണ്. അത് കേവലം ഒരു പെട്ടെന്നുള്ള വൈകാരിക സന്തോഷം കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൽ നിറയുന്നു.
നമ്മുടെ പിതാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മറിയാമിൻ്റെ ശബ്ദം ഏലിശുബായിൽ പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിച്ചു. മറിയാമിൻ്റെ ശബ്ദം ഏലിശുബായിൽ പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിച്ചു. അതുകൊണ്ടാണ് ഏലിശുബ പരിശുദ്ധ കന്യക മറിയാമിനെ കുറിച്ച് സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ പ്രഘോഷണം നിർവഹിച്ചത്. വലിയൊരു പരമാനന്ദം ഈ ഭവനത്തിൽ നിറയുകയാണ്. സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത് പോലെ സിയോൻ പർവ്വതം സന്തോഷിക്കും, യൂദാപുത്രിമാർ ഉല്ലസിക്കുമെന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നിറവേറുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മുഖാന്തരം ലഭിക്കുന്ന സന്തോഷം, അത് വിശ്വാസ ജീവിതത്തിലെ മനോഹര അർത്ഥതലങ്ങൾക്ക് വാതായനങ്ങൾ തുറക്കുന്ന ആശയമാണ്. കൗദാശിക സന്തോഷം എന്താണ്? നമ്മുടെ പിതാക്കന്മാരുടെ മനോഹരമായ ഒരു വിശദീകരണം, ദ ഹോളി യൂക്കറിസ്റ്റ് ബിഗാൻ ഇൻ ദ വൂംബ് ഓഫ് മേരി. പരിശുദ്ധ കന്യക മറിയാമിൻ്റെ ഉദരത്തിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചെന്ന് പറയുന്നു. അത് ഈ കണ്ടുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിലെ ഒരു വ്യാഖ്യാനമാണ്. ഏലിശുബായുടെ ഉദരത്തിൽ യോഹന്നാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം മറിയാമിൻ്റെ ഉദരത്തിലെ ദൈവപുത്രനെ യോഹന്നാൻ തിരിച്ചറിഞ്ഞു. മറിയാമിൻ്റെ ശബ്ദം ഏലിശുബായുടെ കാതുകളിൽ വീണപ്പോൾ യോഹന്നാന് തിരിച്ചറിവ് ലഭിച്ചു. യോഹന്നാൻ മനസ്സിലാക്കുന്നു, മറിയാമിൻ്റെ ഉദരത്തിൽ ദൈവപുത്രൻ. അതുകൊണ്ടാണ് കന്യാസുതൻ വന്ധ്യാസുതനെ സന്ദർശിച്ചു എന്ന് ഈ സന്ദർശനത്തിന് പിതാക്കന്മാർ വിശേഷണം നൽകുന്നത്. നമുക്കറിയാം, എല്ലാ കൗദാശിക രഹസ്യങ്ങളും യഥാർത്ഥത്തിൽ ഈ ആത്മീക സന്തോഷമാണ്. വിശുദ്ധ കുർബാന അനുഭവം, കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ നാം അനുഭവിക്കുന്നു. ഏലിശുബ സ്വന്തം കണ്ണുകൊണ്ട് മറിയാമിൻ്റെ ഉദരത്തിലെ പ്രജയായ ദൈവപുത്രനെ കണ്ടില്ല, മറിയാമിനെ കണ്ടുള്ളൂ. എന്നാൽ മറിയാമിൻ്റെ ഉദരത്തിലെ ദൈവപുത്രൻ, ആ ദൈവപുത്രൻ്റെ സാന്നിധ്യം ഏലിശുബായിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രോജ്വലനം ഉണ്ടാക്കുന്നു. എല്ലാ കൂദാശകളിലൂടെയും നമുക്ക് ലഭിക്കുന്ന പരമാനന്ദവും ദൈവീക സന്തോഷവും ഇത് തന്നെയാണ്. വിവാഹ കൂദാശയിൽ മോതിരവാഴ്വിൻ്റെ സമയത്ത് നാം ചൊല്ലുന്ന പ്രാർത്ഥന ഇങ്ങനെയാണല്ലോ, ഹാദൂസോ ദബനായോദ ഈത്തോ കാദീസ്തോ ദാലോഹോ. സഭാസന്താനങ്ങളുടെ സന്തോഷ പൂർത്തീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. എല്ലാ കൂദാശകളും ദൈവീക സന്തോഷത്തിൻ്റെ പരമാനന്ദം അനുഭവിക്കുവാനാണ്. ആ ദൈവീക സന്തോഷത്തിൻ്റെ പരമാനന്ദം കൗദാശിക സന്തോഷത്തിൻ്റെ വെളിപ്പെടുത്തലാണ് മറിയാമിൻ്റെയും ഏലിശുബായുടെയും കണ്ടുമുട്ടൽ. അതുകൊണ്ടാണ് അവരിൽ നിന്ന് വിശ്വാസ പ്രഘോഷണവും അത് ഏലിശുബായിൽ നിന്ന് ഉയർന്നു വന്നെങ്കിൽ മറിയാമിൽ നിന്ന് മനോഹരമായ സ്തുതിഗീതമാണ് ഉയരുന്നത്. മറിയാമിൻ്റെ പാട്ട്, അതാണ് യഥാർത്ഥത്തിൽ ഈ കണ്ടുമുട്ടലിൻ്റെ മറ്റൊരു ഫലം എന്ന് പറയുന്നത്. എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. വളരെ പ്രചുരപ്രചാരം ലഭിച്ചിട്ടുള്ളതാണ് പരിശുദ്ധ കന്യക മറിയാമിൻ്റെ പാട്ട്. മാഗ്നിഫിക്കാറ്റ്, മാവുർബോ. അവിടെ വളരെ വ്യക്തമായി മറിയാം വിളിച്ചു പറയുന്നു ദൈവപുത്രനാൽ സംജാതമാകുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവം. അഹങ്കാരികളെ ചിതറിക്കുന്നു, ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്യുന്നു. സോഷ്യൽ ചേഞ്ച് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച്, സാമൂഹികവും രാഷ്ട്രീയവുമായ വലിയ മാറ്റം, അത് മറിയാമിൻ്റെ വാക്കുകളിൽ നിഴലിക്കുകയാണ്. മറിയാമിൻ്റെ പാട്ടിൻ്റെ ഉള്ളടക്കം അതുതന്നെയാണ്. അതുപോലെ തന്നെ വിവരിക്കുന്നു, വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കുന്നു, സമ്പന്നന്മാരെ വ്യർത്ഥമായി അയക്കുന്നു. അത് ഉണ്ടാകുവാൻ പോകുന്ന ശക്തമായ ഇക്കണോമിക്കൽ ചേഞ്ച് മറിയാമിൻ്റെ വാക്കിലൂടെ പ്രതിധ്വനിക്കുന്നു. യഥാർത്ഥത്തിൽ വിശ്വാസ പ്രഘോഷണം അത് ഏലിശുബ നിർവഹിച്ചുവെങ്കിൽ പുതിയ ലോകത്തിൻ്റെ പുതിയ ക്രമത്തിൽ ഉണ്ടാകുവാനുള്ള ദൈവരാജ്യ അനുഭവത്തിൻ്റെ മനോഹര പ്രമാണം മറിയാമിൻ്റെ പാട്ടിലൂടെയും വ്യക്തമാകുന്നു. സോഷ്യൽ റെവല്യൂഷൻ, പൊളിറ്റിക്കൽ റെവല്യൂഷൻ ആൻഡ് ഇക്കണോമിക്കൽ റെവല്യൂഷൻ, ഇത് യഥാർത്ഥത്തിൽ മറിയാമിൻ്റെ പാട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്.
എല്ലാറ്റിലും ഉപരി ഈ സന്ദർശനം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയം, ഉദരത്തിൽ യൂഹാനോൻ സന്തോഷിക്കുന്നു. ദ അൺബോൺ ചൈൽഡ് ഈസ് എ ഹ്യൂമൻ ബീയിങ്. ചരിത്രത്തിലേക്ക് ജനിച്ചു വീഴാത്ത കുട്ടിയും യഥാർത്ഥത്തിൽ മനുഷ്യനാണ്. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ വിഷമമായ ഒരു സത്യമാണ്. നന്നേ ചെറുപ്പത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമുദീസ സ്വീകരിച്ച നമ്മൾ നന്നേ ചെറുപ്പത്തിൽ സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിച്ചുവെന്ന് നമ്മുടെ കയ്യേൽ വലത്ത് കയ്യെ പിടിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. പക്ഷേ പലപ്പോഴും നമ്മുടെ തലതിരിഞ്ഞ റീസണിങ് പവർ, യുക്തിചിന്ത, ഒരു കൊച്ചു കുഞ്ഞിനെ വിശ്വാസം സ്വീകരിപ്പാൻ, മറ്റൊരാൾ ഏറ്റുപറഞ്ഞാൽ വിശ്വാസം സ്വീകരിപ്പാൻ സാധിക്കുമോ? എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കുഞ്ഞ് ആ സമയത്ത് മാമോദീസ സ്വീകരിച്ചാൽ അതിനർത്ഥമുണ്ടോ എന്ന് ചോദിക്കുന്നവർ അനേകം. എന്നാൽ സഹോദരങ്ങളെ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദ അൺബോൺ ചൈൽഡ് ഈസ് എ ഹ്യൂമൻ ബീയിങ്. 6 മാസം പ്രായമുള്ള യോഹന്നാൻ മറിയാമിൻ്റെ ശബ്ദം തൻ്റെ അമ്മയുടെ ചെവിയിൽ വീണപ്പോൾ ഉദരത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്താണ് അർത്ഥം? അവിടെയാണ് ഈ ചരിത്ര ലോകത്തിലേക്ക് ജനിക്കുക പോലും വേണ്ട, നമ്മൾ 52 56 ദിവസം പ്രായമുള്ളപ്പോഴാണ് ചെന്ന് വിശ്വാസം ഏറ്റു പറയുന്നത്. അതിനു മുൻപേ 6 മാസം അമ്മയുടെ ഉദരത്തിൽ പ്രായമായപ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തെ മനസ്സിലാക്കുവാനും മറിയാമിൻ്റെ ഉദരത്തിൽ ഉരുവായ ദൈവപുത്രനെ തിരിച്ചറിയുവാനും യോഹന്നാന് സാധിച്ചു. ഇന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ് വളരെ അഡ്വാൻസ്ഡ് സിസ്റ്റത്തിലാണല്ലോ. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ശിശു ഉരുവായി 3 മാസം പ്രായമാകുമ്പോൾ മുതൽ അതിന് സ്വന്തം പിതാവിനെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ കുഞ്ഞുദരത്തിൽ അനങ്ങുന്നത്. പിതാവിൻ്റെ സാമീപ്യം മനസ്സിലാക്കുമ്പോൾ കുഞ്ഞുദരത്തിൽ അനങ്ങുന്നു. യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവം, നിത്യനായ തൻ്റെ പിതാവ് മറിയാമിൻ്റെ ഉദരത്തിൽ നിത്യനായ ദൈവപുത്രൻ്റെ സാന്നിധ്യം യോഹന്നാൻ തിരിച്ചറിയുമ്പോൾ സന്തോഷം കൊണ്ട് ഏലിശുബയുടെ ഉദരത്തിൽ തുള്ളിച്ചാടി എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന ജനിതക ശാസ്ത്രം. അതുകൊണ്ടാണ് ഉദരത്തിൽ കിടക്കുന്ന മകൻ നൽകിയ ശക്തമായ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏലിശുബ പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാരെ സംബന്ധിച്ചോ ഏലിശുബായും പരിശുദ്ധ കന്യകമറിയാമും തമ്മിലുള്ള കണ്ടുമുട്ടൽ, പ്രത്യേകിച്ച് കന്യകമറിയാം ഏലിശുബായെ സന്ദർശിക്കുന്നു, സന്ദർശനം എന്ന തലക്കെട്ട് കൊടുക്കുന്നു. എന്നാൽ ഇവിടെ എൻകൗണ്ടർ നടക്കുന്നത്, കണ്ടുമുട്ടൽ നടക്കുന്നത് കന്യാസുതനും വന്ധ്യാസുതനും തമ്മിലാണ്. അവിടെയാണ് തൻ്റെ മുന്നോടിയായി യോഹന്നാൻ സ്നാപകനെ കർത്താവ് ഉദരത്തിൽ നിന്ന് തന്നെ വിളിച്ചു വേർതിരിക്കുന്ന മനോഹര സന്ദർഭം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ദൈവമക്കളെ, നന്നേ ചെറുപ്പത്തിൽ തന്നെ തമ്പുരാൻ നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. വിശുദ്ധ മാമോദീസയിലൂടെ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു, നിത്യജീവൻ്റെ അവകാശികളാകുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നു. ആ അവകാശമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സന്ദർഭമായി നാം മനസ്സിലാക്കേണ്ടത്. മാമോദീസയുടെ മനോഹര അനുഭവത്തെക്കുറിച്ചുള്ള ബോധ്യം യഥാർത്ഥത്തിൽ നമുക്കിവിടെ ലഭിക്കണം. ഈ വേദഭാഗം അവസാനിക്കുമ്പോൾ നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലെ മനോഹരമായ മറ്റൊരു വ്യാഖ്യാനം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. യഥാർത്ഥത്തിൽ ദൈവപുത്രൻ്റെ ആഗമനം യഹൂദ മതത്തിലെ നീതിയും സത്യവുമുള്ള പൗരോഹിത്യ വൃന്ദത്തിന് ലഭിച്ച വലിയ പ്രകാശനമായിട്ട് പരിശുദ്ധ ദൈവമാതാവ് ഏലിശുബായെ സന്ദർശിക്കുന്ന ഈ സന്ദർശനത്തെക്കുറിച്ച് നമ്മുടെ ആരാധനയിൽ വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ ദർശനത്താൽ തൻ്റെ പുരോഹിതന്മാരെ ആശ്വസിപ്പിച്ച് അവരെ പ്രത്യാശ കൊണ്ട് നിറച്ച നമ്മുടെ ദൈവം തമ്പുരാനെ പുകഴ്ത്തുവീൻ. പുരോഹിത വർഗം ഏലിശുബായോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ആദ്യം ദൈവപുത്രൻ്റെ വരവിൽ സന്തോഷം പൂകിയത് സക്കറിയ പുരോഹിതൻ്റെ മകനായ
പുരോഹിതനും പ്രവാചകനുമായ യോഹന്നാൻ സ്നാപകനാണ്. അതുകൊണ്ടാണ് രാത്രി 2-ാം കൗമായുടെ സെദറായിൽ പറയുന്നു, ഇന്ന് ലേവ്യർ തങ്ങൾക്ക് ലഭിച്ച അത്യുന്നത ദൈവീക പ്രകാശത്തെ കണ്ടു. ഇന്ന് ലേവ്യർ തങ്ങൾക്ക് ലഭിച്ച അത്യുന്നത ദൈവീക പ്രകാശത്തെ കണ്ടു. സഹോദരങ്ങളെ, അഭിഷിക്തനായ മശിഹായും അഭിഷേകം ലഭിച്ചവരായ പുരോഹിതനും തമ്മിലുള്ള കൂടിക്കാഴ്ച, അവിടെയാണ് ഇത് സന്തോഷത്തിൻ്റെ മനോഹര ദിവസമായി തീർന്നത്. തൻ്റെ ദാസനെ സന്ദർശിക്കുവാൻ യഹൂദിലെ പർവ്വതത്തിലേക്ക് ഉടയവൻ എഴുന്നള്ളിയ സന്ദർഭമാണിത്. സാധാരണക്കാരനെ പോലെ ദാസന്റെ ഗ്രഹത്തിലേക്ക് പ്രവേശിച്ച് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തൻ്റെ ദാസനെ വിളിച്ചു വേർതിരിച്ച സന്ദർഭം. അതുകൊണ്ട് ഏലിശുബായും പരിശുദ്ധ കന്യകമറിയാമും തമ്മിലുള്ള ഈ സന്ദർശനം, വന്ധ്യാസുതനും കന്യാസുതനും തമ്മിലുള്ള കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിലും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല സന്ദർഭമായി പരിണമിക്കട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ കൃപയും സത്യവും ഒരുമിച്ച് കണ്ടുമുട്ടുകയാണ്. പെദ്ഗോമോയിൽ, സന്ധ്യയിലെ പെദ്ഗോമോയിൽ മനോഹരമായ ഒരു വിശദീകരണമുണ്ട്. തൈബൂസോ ഉക്കുസ്തോ അറവൂൻ സാദിക്കുസോ വസുലോമോന് നസ്ഖൂൻ ഗ്രേസ് ആൻഡ് ട്രൂത്ത് ഷാൽ മീറ്റ്, റൈച്വസ്നെസ് ആൻഡ് പീസ് ഷാൽ എംബ്രേസ് വൺ അനദർ. എന്താണ് അർത്ഥം? കൃപയും സത്യവും എതിരേറ്റിടും അന്യോന്യം, ശമവും നീതിയും ആശ്ലേഷിക്കും. കൃപയുടെയും സത്യത്തിൻ്റെയും കണ്ടുമുട്ടലാണിത്. നീതിയും സമാധാനവും പരസ്പരം ആശ്ലേഷിച്ച സന്ദർഭമാണിത്. നമുക്കറിയാം, തുല്യ ദുഃഖിതർ കണ്ടുമുട്ടിയാൽ ചില ആശ്വാസവും ദുഃഖത്തിൻ്റെ പങ്കുവയ്ക്കലും നടക്കും. ബദ്ധശത്രുക്കൾ കണ്ടുമുട്ടിയാൽ അതിൻ്റെ ഫലം കലഹവും യുദ്ധവുമാണ്. സന്തോഷം അനുഭവിക്കുന്ന ആളുകൾ കണ്ടുമുട്ടിയാൽ ചിലപ്പം ഫലം ആഘോഷവും ആഹ്ലാദവുമാണ്. എന്നാൽ ഈ തരത്തിലൊന്നുമല്ല ഈ സന്ദർശനം, ഈ കണ്ടുമുട്ടൽ. ഇവിടെ കൃപയും സത്യവും നീതിയും സമാധാനവും കണ്ടുമുട്ടുന്നു. കൃപയും സത്യവും നീതിയും സമാധാനവും തമ്മിൽ സന്ദർശിച്ചു കഴിയുമ്പോൾ അവിടെയാണ് കൗദാശിക സന്തോഷം, ഹാദൂസോ എന്ന പരമാനന്ദമെന്ന മഹത്തരമായ ഫലം ഉരുവാകുന്നത്. സിയോൻ ഗിരി സന്തോഷിക്കുന്നു, യൂദ പുത്രിമാർ ഉല്ലസിക്കുന്നു. ആ പരമാനന്ദം എനിക്കും നിങ്ങൾക്കും യഥാർത്ഥത്തിൽ ഈ ഞായറാഴ്ചയിലെ ആരാധനയിലൂടെ ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ നല്ല സാക്ഷികളായി പരിണമിക്കട്ടെ. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.